അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി കൊണ്ട് താൻ മാറുമെന്നോ ജീവിതത്തിലെ പാഠങ്ങളെല്ലാം പഠിക്കുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ എന്റെ മനസ്സമാധാനത്തിന് ഇത് കൂടിയേ തീരൂ. വണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് കാശ് ഞങ്ങൾ കൊടുത്തോളാം. കാശ് നീ കൊടുക്കേണ്ട, കാശ് എന്റെ കയ്യിലുണ്ട്. ഇന്റർനാഷണൽ നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. കളിയാക്ക ഇതിലെന്നെ കളിയാക്കാനിരിക്കുന്നത്. ഒന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ വാങ്ങിച്ച കാശ് മനഃപൂർവ്വം തിരിച്ചു തരാത്തല്ല. പട്ടിപ്പലിശക്കെങ്കിലും കടമെടുത്ത് ഞാൻ ആ പണം തിരിച്ചു തന്നോളാം. രൂപ ഇങ്ങെടുത്തേ പുറത്താരോടും പറഞ്ഞ് ഞങ്ങളെ നാറ്റിക്കരുതെന്ന് പറയാൻ പറഞ്ഞു എന്ന് പറ. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. ഞങ്ങളെ പിഴിഞ്ഞെടുത്ത് നിനക്കാണ് ജനങ്ങളെ സഹായിക്കുന്നത്. ഇതാണോ ഒരു മന്ത്രി? എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലുണ്ടെന്ന് ആലോചിക്കാം. ഞങ്ങളുടെ എല്ലാ ബ്രാക്കുകളും കണ്ണുനീരും ഇതെല്ലാം ഞാൻ കണ്ടോണ്ടിരിക്കുക. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗമുള്ളൂ. എന്നതാ ഈ ഇഷ്യൂ നീ തന്നെ അങ്ങ് കൈകാര്യം ചെയ്തോ. ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുത് കേട്ടോ. എന്ത് ഭരണമായത്? ഞങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കേ, അതാണ് ഒരു മന്ത്രിയുടെ കടമ. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. എത്രയോ മന്ത്രിമാര് ഭരിച്ചു, ഇതുപോലൊരു മന്ത്രി ഉണ്ടോ? കുമ്പളം മുളയ്ക്കോ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തിയോ? അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.